ആത്മീയ പാതയിൽ ക്രിയകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളരെ ശക്തമായുള്ളൊരു ക്രിയയാണ് ശക്തിക്രിയ. ശക്തിക്രിയ നമുക്ക് സാധന ചെയ്തു തുടങ്ങാം. നിങ്ങൾ ശക്തിക്രിയ ചെയ്യാൻ താല്പര്യമുള്ളൊരു ബന്ധപ്പെട്ടാൽ മതി. ശക്തിക്രിയ ചെയ്യേണ്ടത് അതിനുള്ള രീതികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നൽകും. ശക്തിക്രിയ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 90 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പം ഒരിടത്ത് വെച്ച് നമ്മൾ കാലടിയിലോ തൃശ്ശൂരോ വെച്ചായിട്ടാണ് ദീക്ഷ നൽകുന്നത്. അത് കുറച്ചുകൂടും ക്രിയയുടെ പാതയെ ഒന്നുകൂടും നിങ്ങൾക്ക് ശക്തമാവാൻ വേണ്ടിയിട്ട് സാധനയിൽ നോക്കൂ. ക്രിയയുടെ പാത എപ്പോഴും നമ്മൾ ക്രിയ ചെയ്യേണ്ടത് തന്നെ നമുക്ക് 5 പ്രാണനും നമ്മുടെ 5 പ്രാണകോശങ്ങളും ഒരു ഫിസിക്കൽ ബോഡിയിൽ എപ്പോഴും നമുക്ക് അന്നം കൊണ്ടുണ്ടാവുന്ന മനം കൊണ്ടുണ്ടാവുന്ന ആ ഒരു വികാരവും കൂടി അന്നമയ കോശവും മനോമയ കോശവും ബന്ധപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് പ്രാണൻ ആ ഒരു നിലയിൽ നിൽക്കുന്നു. എന്നാൽ ക്രിയ എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ? ശക്തി, ചലനം. നമുക്ക് ശക്തി എങ്ങനെയാണ് ഒരു ചലിക്കുന്നത്? നോക്കൂ, സിദ്ധ പരമ്പരയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും മുദ്ര, മന്ത്രം, യന്ത്ര, ബന്ധനാസ് ഇങ്ങനെയുള്ളതൊന്നും സിദ്ധ പരമ്പരയിലേ ഇല്ല. നമ്മൾ എന്നാൽ സിദ്ധവിദ്യ തന്നെയാണ് നൽകുന്നത് ശക്തിക്രിയയായിട്ടും. ഒരു രീതിയിൽ താന്ത്രിക വ്യവസ്ഥയിൽ ഒരു ജോമെട്രി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് ചില താന്ത്രിക വിദ്യപ്രകാരമായിട്ടുള്ള മന്ത്രങ്ങളും മുദ്രകളും ബന്ധനങ്ങളുമൊക്കെ. നമുക്കൊരു പെട്ടെന്നുണ്ടാകുന്ന ആധ്യാത്മിക അനുഭവമാണെങ്കിൽ, ഒരു ആക്സിഡൻ്റലിയൊക്കെ നമ്മൾ കയറി വരികയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസമായിട്ട് സ്പിരിച്വലിൽ ഉയരാൻ പറ്റും. എന്നാൽ നമ്മളിതെല്ലാം ഒരു യുക്തിപൂർവ്വം കേട്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ? എന്നാലൊരു മനുഷ്യനായി ജനിച്ചും പോയി, ഇനി എനിക്ക് ഇതറിയാതെ പോയാൽ പ്രശ്നമാവുകയും ചെയ്യുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അവരും ഒരു ജിജ്ഞാസയുള്ളവരാണ്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ക്രിയയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് തന്നെ. അതിനാണ് സിദ്ധവിദ്യയിൽ തന്നെ താന്ത്രികവും കൂടി നമ്മൾ ചേർക്കുന്നത്. താന്ത്രിക വിധിപ്രകാരമുള്ളൊരു സാധനയാണ് ശക്തിക്രിയ. അതിൽ തന്നെ സിദ്ധവിദ്യയും വരുന്നുണ്ട്. രണ്ടും കൂടി ചേർന്നതാണ്. ഏകദേശം 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു സാധനയാണ്. നമുക്ക് ഓൺലൈനിലായിട്ട് അറ്റൻഡ് ചെയ്യാം. അത് അയച്ചു തരും. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാവും. സാധന എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ ഒരു ചലനം, പ്രാണൻ്റെ ചലനം, നമുക്കൊരു തവണ പ്രാണൻ്റെ അളവ് കൂട്ടൽ, ഈ പ്രാണൻ ഇങ്ങനെ എന്താ പറയുക, ഒരു പല മന്ത്രങ്ങൾ ജപിക്കുമ്പം, പല മുദ്രകൾ പിടിക്കുമ്പം എനർജി ഇങ്ങനെ നമുക്ക് റിസീവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കോഴി കുഞ്ഞുണ്ടാവുമ്പം അതിൻ്റെ അമ്മ ഇങ്ങനെ ആ കോഴി അടയിരിക്കുമല്ലോ മുട്ടയ്ക്ക്, അതേപോലെ ചൂടെടുത്ത് അത് വിരിഞ്ഞു വരുന്നതിൽ ഈ പ്രാണൻ അങ്ങോട്ട് വർദ്ധിക്കും. നമ്മുടെ പല രീതിയിൽ നമുക്ക് ഊർജത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രാണൻ നമുക്ക് എന്നാൽ വെറുതെ അത് ചലിക്കണം. അതതിൻ്റെ കൃത്യമായുള്ള രീതിയിൽ അത് ഫ്ലോ ചെയ്യണം. അതാണ് ശക്തിക്രിയ എന്ന് പറയുന്നത്. ശക്തിയെ ചലിപ്പിക്കുന്നു. അത് വിജ്ഞാനമായ കോശം തൊടും. പറഞ്ഞല്ലോ, ജ്ഞാനവും നിങ്ങളും വ്യത്യാസമുള്ളതല്ല. ഓരോ വാക്കുകളും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കത്തതേ ഉള്ളൂ. ഇത് അന്നമയത്തിൻ്റെ മനോമയത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മളിങ്ങനെയാണ് ജീവിക്കുള്ളൂ. ഒരു ചോദ്യം മറ്റൊരു ചോദ്യത്തെ ഉണ്ടാക്കും. സ്പിരിച്വാലിറ്റി ഇങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ജ്ഞാനമാണ്. നമുക്കതുകൊണ്ട് വിജ്ഞാനമായ കോശമുണ്ട്. ജ്ഞാനം നാം ആവുന്നു, പിന്നെ വ്യത്യാസം ഉണ്ടാകുന്നില്ല. മനസ്സ് ചോദിക്കില്ല ഇതെന്താണെന്നുള്ളത്. വിജ്ഞാനമയ കോശത്തിനെ ഉണർത്താൻ സാധിക്കും. അതേപോലെ തന്നെ ആനന്ദമയ കോശം, നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പരമാനന്ദം ആണ് ആനന്ദമയ കോശം.
അതുണർത്താനും ക്രിയാശക്തി നമ്മളെ സഹായിക്കും. ഇത് ക്രിയ ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ലിബറേഷനും മുക്തിയെക്കുറിച്ചൊക്കെയുള്ള പ്രാധാന്യം നമുക്ക് വരുള്ളൂ. എപ്പോഴും ശക്തിക്രിയ പോലുള്ള മാർഗങ്ങൾ 5 പ്രാണകോശങ്ങളെയും ശക്തമാക്കാനായിട്ടുള്ള പ്രാണൻ്റെ ഒരു വിദ്യയാണ്. സിദ്ധവിദ്യയിലുള്ള ഒരു പ്രാണവിദ്യ തന്നെയാണിത്. ഇത് നിങ്ങൾക്കായിട്ട് നിലവിലുണ്ട്. ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് വളരെ വലിയ രീതിയിൽ ഇത് ഉപകാരപ്പെടും. നമസ്കാരം.